ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇടുന്നതാണ്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. നെയ്ച്ചോറിൻ്റെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം അത് കഴുകിയെടുക്കുക. നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതൊന്നൊരു 20 മിനിറ്റ് നമുക്കതൊന്ന് വെള്ളത്തിൽ കുതിർക്കാനും വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുപ്പിലാണ് ചെയ്തെടുക്കുന്നത്, കുക്കറിലൊന്നുമല്ല, ഒരു ചെമ്പട്ടിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ വലിയ പാത്രം തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഡാൽഡ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1-1.5 ടീസ്പൂൺ വരെ നമ്മുടെ മിൽമയുടെ ഗീ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കുക. കൂടാതെ ഞാൻ 2 ബേ ലീഫും കൂടി എടുത്തിട്ടുണ്ട്. ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ബേ ലീഫാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മൂത്തിട്ടുണ്ട്. പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഒരു 2 ചെറിയ സവോള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും അതിലൊന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് അരി അളന്ന് വെച്ച പാത്രത്തിന് 2 പാത്രം വെള്ളം, ഒരു പാത്രം കറക്റ്റ് അരി ഉണ്ടായിരുന്നു, ആ പാത്രത്തിന് തന്നെ 2 പാത്രം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊഴിച്ചു കൊടുത്തു. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. നന്നായി ഇളക്കിയതിന് ശേഷം ആ പാത്രം അടച്ചു വെച്ച് വെള്ളം തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മുടെ കഴുകി വെച്ച് വാർത്ത് വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കുക. നന്നായി തിളച്ച് ഒരു 1/4 ഭാഗം വേവായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര്, കുരുവില്ലാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് വേണമെങ്കിൽ ആ തൊലി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും നമുക്ക്. ഇനി നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനും അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി മൊരിയിച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളവർ അതും കൂടി ഒന്ന് അതിലേക്ക് വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതൊന്നും എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളി മൊരിയിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മൊരിയിക്കാൻ ഉപയോഗിച്ച ഉള്ളി മൊരിയിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഓയിലും ഗീയും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി അടച്ചു വെക്കുക. കുറച്ച് സമയം അതിലിരുന്നൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ വിളമ്പിയെടുക്കാം. ഒരു സൈഡിൽ നിന്നായിട്ട് വിളമ്പിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ കോരിയെടുത്ത് നോക്കുകയാണ്. അപ്പോൾ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ കറിയാണ്, തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. നാടൻ ചിക്കൻ കറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും,